2026 ജൂലൈ 1 മുതൽ സിബിൽ സ്കോറിന് വലിയ മാറ്റം വന്നു എന്ന് കേട്ടിരുന്നു. യഥാർത്ഥത്തില് മാറിയത് സ്കോറല്ല, ക്രെഡിറ്റ് റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇനി ബാങ്കുകളും NBFCകളും നിങ്ങളുടെ ലോണ്, EMI, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് വിവരങ്ങളെല്ലാം ആഴ്ചയിൽ ഒരിക്കൽ ക്രെഡിറ്റ് ബ്യൂറോകൾക്ക് റിപ്പോർട്ട് ചെയ്യണം. അതായത് ട്രാൻസ് യൂണിയൻ സിബില്, എക്സ്പീരിയൻ, ഇക്വിഫാക്സ്, CRIF, ഹൈമാർക്ക്, ഇതിലെല്ലാം നിങ്ങളുടെ വിവരങ്ങൾ ഇനി വളരെ വേഗത്തിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? നിങ്ങൾ EMI സമയത്ത് അടച്ചാൽ അതിന്റെ സ്വാധീനം ക്രെഡിറ്റ് റിപ്പോർട്ടിൽ മുമ്പത്തേക്കാൾ വേഗത്തിൽ തന്നെ പ്രതിഫലിക്കും. ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റുകൾ മുഴുവൻ അടച്ചാൽ ഔട്ട്സ്റ്റാൻഡിംഗ് കുറയുന്നത് വളരെ വേഗം തന്നെ റിപ്പോർട്ടിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. EMI വൈകിയാലോ, ക്രെഡിറ്റ് കാർഡിന്റെ എമൗണ്ട് ഡ്യൂ ഡേറ്റിന് അടയ്ക്കാതിരുന്നാലോ അതെല്ലാം ഇനി വൈകാതെ തന്നെ നിങ്ങളുടെ റിപ്പോർട്ടിൽ പ്രത്യക്ഷപ്പെടും. എന്ന് വെച്ചാൽ സിബിൽ സ്കോറിനെ ബാധിക്കുന്ന നെഗറ്റീവ് വിവരങ്ങളും ഇതുപോലെ തന്നെ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടും എന്നർത്ഥം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, പലരും കരുതുന്ന പോലെ സിബിലിന്റെ സ്കോറിന് കണക്കാക്കുന്ന രീതിയിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോഴും പ്രധാനമായി നോക്കുന്നത് EMI പേയ്മെന്റും ക്രെഡിറ്റ് കാർഡിന്റെ ഹിസ്റ്ററിയും ക്രെഡിറ്റ് യൂട്ടിലൈസേഷനും ലോൺ ഹിസ്റ്ററിയും പുതിയ ലോൺ എൻക്വയറികളുടെ എണ്ണവും ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ ദൈർഘ്യവും ഒക്കെ തന്നെയാണ്. അതിനാൽ നല്ല സാമ്പത്തിക ശീലങ്ങൾ തുടരുകയാണെങ്കിൽ നല്ല ക്രെഡിറ്റ് സ്കോർ നിലനിർത്താനായിട്ട് സാധിക്കും. ഓർക്കുക, 750-ൽ കൂടുതലുള്ള സിബിൽ സ്കോർ സാധാരണയായി പല ബാങ്കുകളും മികച്ച ക്രെഡിറ്റ് പ്രൊഫൈൽ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. എന്നാൽ ലോൺ അപ്രൂവല് ഈ സിബിൽ സ്കോറിനെ മാത്രം നോക്കിയിട്ടല്ല കേട്ടോ. അതിന് വരുമാനം, നമ്മുടെ തിരിച്ചടവ് ശേഷി, മറ്റ് യോഗ്യതകൾ ഇതെല്ലാം ബാധകമായിരിക്കും. അപ്പോൾ 2026 ജൂലൈ 1 മുതലുള്ള ക്രെഡിറ്റ് റിപ്പോർട്ടിംഗിന്റെ ചേഞ്ച് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വിവരം നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.